മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽവഴികൾ, ഒരു ചരിത്ര വിചാരം വർത്തമാന പുസ്തകം. അതിൻ്റെ പാഠവും പൊരുളുമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടും പഠിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഇരിക്കുക. സഭയുടെ ചരിത്രം വർത്തമാന പുസ്തകത്തിലൂടെ ഗ്രന്ഥകർത്താവ് സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച് ചേർത്ത് വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ കാണുന്നത് 20-ാം പാദമാണ്. പേജ് നമ്പർ 125 മുതൽ 128 വരെയുള്ള പേജുകളിലാണ് ഈ 20-ാം പാദം ഉണ്ടാവുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നും പറയുന്നത് പോലെ വർത്തമാന പുസ്തകം ഇതിനോടൊപ്പം തന്നെ വായിക്കണമെന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം. സ്നേഹനിധിയായ ഈശോയെ, അങ്ങയുടെ സഭയാകുന്ന ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ സഭയുടെ ചരിത്രവും അതിൻ്റെ വളർച്ചയുമൊക്കെ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപ്രകാരം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പഠന പരമ്പരയെ പ്രത്യേകമായി അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ബുദ്ധി പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളെ ആ വഴികളെ നിർവഴിക്ക് നയിക്കുകയും യഥാർത്ഥമായ സഭാസ്നേഹത്തിൽ, സഭാവിശ്വാസത്തിൽ വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകത്തിലെ 20-ാം പാദത്തിൽ നിന്നുള്ള പഠനമാണ് നമ്മൾ നടത്തുക. ഈ ഭാഗത്ത് കേരളീയനായ ഒരു ക്രൈസ്തവ പുരോഹിതൻ 18-ാം നൂറ്റാണ്ടിൽ നടത്തിയ വിദേശയാത്രയുടെ അനുഭവ തീഷ്ണമായ വിവരണമാണ് കാണുക. ഈ പാഠഭാഗത്തെ പ്രധാനമായും സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ 5 പ്രധാന ആശയങ്ങളിലായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ആശയം, അതിഥി സൽക്കാരത്തിൻ്റെ മാതൃക. നാഗപട്ടണത്തെ ഉപ്പായക്കാരൻ പറങ്കിയുടെ വീട് സ്നേഹത്തിൻ്റെയും ആതിഥേയത്തിൻ്റെയും ഉദാഹരണമാണ്. താൻ ചെലവാക്കിയ പണത്തിന് പ്രതിഫലം വാങ്ങാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. ദൈവം ഇതിന് പ്രതിഫലം നൽകുമെന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വാസത്തിൻ്റെ ആഴമാണ് കാണിക്കുക. നാഗപട്ടണത്തെ ഉപ്പായക്കാരൻ പറങ്കി, അതായത് യൂറോപ്യൻ വംശജൻ, അതിഥി സൽക്കാരത്തിൻ്റെ മാതൃക കാണിച്ചു എന്നതിനെക്കുറിച്ചാണ് ആദ്യം നമ്മൾ കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സാമൂഹിക ഇടപെടലുകളും വിജ്ഞാന വിനിമയവുമാണ്. യാത്രക്കിടയിലും വിജ്ഞാന സമ്പാദനത്തിന് ഇവർ മുൻഗണന നൽകി. നാഗപട്ടണത്തെ വിശ്വാസികളുമായി സംസ്കൃതത്തെക്കുറിച്ചും ലോകകാര്യങ്ങളെക്കുറിച്ചും ഇവർ നടത്തിയ സംവാദം അക്കാലത്തെ കേരള പുരോഹിതരുടെ പാണ്ഡിത്യം വെളിപ്പെടുത്തുന്നതായിരുന്നു. മൂന്നാമത്തെ കാര്യം, സഭാപരമായ കടമകൾ. പുറക്കാട്ടുകാരൻ ഔരായുടെ പടവിലെ മലയാളി വേലക്കാരന് അന്ത്യകൂദാശ നൽകാൻ പാറേമാക്കൽ കത്തനാർ പോയത് സ്വജാതിയോടും സഭാതത്വങ്ങളോടുമുള്ള പ്രതിബദ്ധത കാണിക്കുന്നു. മാത്തൻ കത്തനാർ ഇതിനിടയിൽ മൈലാപ്പൂരിലേക്ക് പിരിയുന്നതും ഇതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. നാലാമത്തെ കാര്യം, വ്യക്തിവൈരാഗ്യവും സങ്കുചിത മനസ്കതയും. കാരക്കലിലെ മുജിസ്ഥാൻ പാതിരിയുടെ പെരുമാറ്റം ക്രൈസ്തവ മൂല്യങ്ങൾക്ക് നിരക്കാത്തതായിരുന്നു. പണ്ട് പുതുച്ചേരിയിൽ വെച്ച് മൽപ്പാനുമായി ഉണ്ടായ തർക്കത്തിൽ തോറ്റതിൽ പക തീർക്കാൻ അദ്ദേഹം യാത്രക്കാരെ വഴിയമ്പലത്തിലേക്ക് ആട്ടിയോടിച്ചു. പാണ്ഡിത്യമുണ്ടെങ്കിലും വിനയമില്ലാത്ത ഒരു വ്യക്തിത്വത്തെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യം, ദൈവിക പരിപാലനയും സഹിഷ്ണുതയും. അധികാരികൾ കൈവിട്ടപ്പോൾ സാധാരണക്കാരായ വിശ്വാസികൾ അവരെ സഹായിച്ചു. പകരം ചോദിക്കേണ്ടത് നമ്മളല്ല, ദൈവം ചോദിച്ചുകൊള്ളട്ടെ എന്ന മൽപ്പാൻ്റെ വാക്കുകൾ ക്രിസ്തീയമായ ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും ഉദാത്തമായ ഭാവമാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. മുമ്പ് പറഞ്ഞിരുന്നത് പോലെ വർത്തമാന പുസ്തകം പ്രത്യേകം വായിക്കാൻ ശ്രദ്ധിക്കുമല്ലോ.
അതുപോലെ തന്നെ ക്ലാസ് 2 തവണ കേൾക്കുകയും ചെയ്യുക. മുൻപത്തെ ക്ലാസ്സുകൾ കേട്ടില്ല എങ്കിൽ നമുക്കതിൻ്റെ തുടർച്ച മനസ്സിലാകാതെ വരും. അതുകൊണ്ട് മുൻപത്തെ പാഠങ്ങൾ കേൾക്കുകയും ക്ലാസ്സുകൾ കേൾക്കുകയും അതോടൊപ്പം തന്നെ വർത്തമാന പുസ്തകം ആദ്യം മുതൽ വായിച്ചു വരികയും ചെയ്യുമല്ലോ. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. നാഗപട്ടണത്ത് യാത്രക്കാർക്ക് താമസമൊരുക്കിയ വ്യക്തി ആരായിരുന്നു? മുൻപ് പരിചയപ്പെട്ട കുപ്പായക്കാരൻ പറങ്കി. നാഗപട്ടണത്തെ വിശ്വാസികളുമായി യാത്രക്കാർ സംസാരിച്ച പ്രധാന വിഷയങ്ങൾ എന്തെല്ലാം? സംസ്കൃത ഭാഷയെക്കുറിച്ചും മറ്റു പല ലോകകാര്യങ്ങളെക്കുറിച്ചും. പുറക്കാട്ടുകാരൻ ഔരായുടെ പടവിലെ വേലക്കാരന് അന്ത്യകൂദാശ നൽകിയത് ആര്? പാറയമാക്കൽ തോമാക്കത്തനാർ. മാത്തൻ കത്തനാർ മൈലാപ്പൂരിലേക്ക് പോയത് എന്തിനാണ്? മൈലാപ്പൂർ മെത്രാന് നൽകാനുള്ള മൽപ്പാൻ്റെ കത്തുമായിട്ടാണ് അദ്ദേഹം പോയത്. നാഗപട്ടണത്തു നിന്നും യൂറോപ്പിലേക്കുള്ള കപ്പൽ കൂലി എത്രയായിരുന്നു? 2 പേർക്ക് 130 പൊൻകാശ്. താൻ ചെലവാക്കിയ പണം വാങ്ങാൻ വിസമ്മതിച്ച പറങ്കിയോട് യാത്രക്കാർ എങ്ങനെയാണ് നന്ദി പ്രകടിപ്പിച്ചത്? അദ്ദേഹത്തിൻ്റെ ചെറിയ മകനെ വിളിച്ച് ആ പണം ഒരു സമ്മാനമായി നൽകി. കാരക്കലിലെ വികാരിയായിരുന്ന മുജിസ്ഥാൻ പാതിരി ഏത് സഭക്കാരനായിരുന്നു? ഈശോ സഭക്കാരൻ. മുജിസ്ഥാൻ പാതിരിക്ക് മൽപ്പാനോട് മുൻവൈരാഗ്യം തോന്നാൻ കാരണമെന്ത്? പണ്ട് പുതുച്ചേരിയിൽ വച്ചുണ്ടായ ശാസ്ത്ര തർക്കത്തിൽ മൽപ്പാൻ അദ്ദേഹത്തെ തോൽപ്പിച്ചതിനാൽ. അതിഥി സൽക്കാരത്തെക്കുറിച്ച് ബൈബിളിലെ ഏതെല്ലാം ഭാഗങ്ങളാണ് ഈ പാഠത്തിൽ ഉദ്ധരിക്കുന്നത്? റോമാക്കാർക്കുള്ള ലേഖനം 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ. എബ്രായർക്കുള്ള ലേഖനം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കാരക്കലിൽ വെച്ച് പാതിരി ആട്ടി ഓടിച്ചപ്പോൾ യാത്രക്കാരെ സഹായിച്ചത് ആര്? അവിടുത്തെ സാധാരണക്കാരായ വിശ്വാസികളിൽ ഒരാൾ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണവും താമസവും നൽകി. തരങ്ങൻപാടിയിലെ കോട്ട അധികാരികൾ ഏതു വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു? ഡെന്മാർക്കുകാരും ഇടത്തൂട്ടുകാരും. തരങ്ങൻപാടിയിലെത്തിയ യാത്രക്കാർക്ക് എവിടെയാണ് താമസിക്കാൻ ഇടം ലഭിച്ചത്? പള്ളിയോട് ചേർന്നുള്ള സങ്കീർത്തിയിൽ.